ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ വല്ലാത്ത വിഷമത്തിലായിരുന്നു നമ്മുടെ BJP സുഹൃത്തുക്കൾ. BJP അനുഭാവികൾ, സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളൊക്കെ വലിയ ഖേദം പറഞ്ഞു. അയ്യോ, തോറ്റുപോയല്ലോ, മോദി ഇങ്ങനെ കീഴടങ്ങേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അങ്ങനെയല്ല കാര്യങ്ങളെന്ന്. കാരണം കളി മാറി മക്കളെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാം. സമരം ചെയ്ത പാറ്റകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസ് പാറ്റ സമരത്തിൽ പങ്കെടുത്ത് അക്രമം നടത്തിയ ആളുകളെ തേടി ഇറങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അറസ്റ്റ് ചെയ്യുന്നുണ്ട്, കേസെടുക്കുന്നുണ്ട്. കേസുകൾ എടുക്കാൻ പാടില്ല എന്നു കാണിച്ച് ഇന്നലെ പാറ്റകൾക്ക് വേണ്ടി കപിൽ സിബൽ എന്ന് പറഞ്ഞ് എണീറ്റ് നിന്നാൽ 10 ലക്ഷം വാങ്ങുന്ന, എണീറ്റ് നിൽക്കുന്നതിന് മാത്രം 10 ലക്ഷം വാങ്ങുന്ന വക്കീലാണെന്നാണ് പറയുന്നത്, ഉൾപ്പെടെയുള്ളവർ കോടതിയിലെത്തി, സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി പറഞ്ഞു, അല്ല, സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കരുത് എന്നാണല്ലോ നിങ്ങളുടെ ആവശ്യം. അങ്ങനെ കേസെടുക്കണ്ട. ആർക്കെതിരെ? മുൻകാലങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കാത്തവർക്കെതിരെ കേസുകൾ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം. നിർബന്ധിത നടപടികൾ പാടില്ല. മുൻകാലങ്ങളിൽ ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുള്ളവർ ഈ സമരത്തിൽ പങ്കെടുത്ത് വയലൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കേസെടുക്കാം എന്നല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെ സുപ്രീം കോടതി പറഞ്ഞു, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, 18 വയസ്സിൽ താഴെയുള്ളവർ കുട്ടികളാണ്, പൊതുവിൽ സമ്മതിച്ചേക്കാം, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടയക്കണം. പിന്നെ ഡിജിറ്റൽ തെളിവുകൾ, അതായത് CCTV ക്യാമറ, AI ഉപയോഗിച്ചിട്ട് മുഖം തിരിച്ചറിയൽ പ്രക്രിയ വഴി കണ്ടെത്തിയിട്ടുള്ളവർ, പിന്നെ ടെലഫോൺ ഡാറ്റ, മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ വെച്ചിട്ട് ട്രേസ് ചെയ്ത് ഇത്തരം കേസുകളിൽ പെട്ടിട്ടുള്ളവരുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാം, പക്ഷേ പുറത്തു വിടരുത്. സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാ? ഫ്രെയിം ചെയ്ത് വെക്കാനാണോ? നടപടിയെടുക്കാനാണ്. പിന്നെയോ കേരളം, മധ്യപ്രദേശ്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചു. ഫലത്തിൽ സുപ്രീം കോടതി ഇപ്പം കളത്തിൽ ഇറങ്ങിയിരിക്കുക. സുപ്രീം കോടതി പറയുന്നു, മുൻകാലങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുണ്ടെങ്കിൽ നടപടികൾ തുടരാം. അപ്പോൾ കോടതി മുമ്പാകെ സർക്കാർ പറഞ്ഞു, സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് എന്താണ്? 2873 പേരെ തിരിച്ചറിഞ്ഞു, ക്രിമിനൽസ് ആണ്. മുൻകാലങ്ങളിൽ ക്രിമിനൽ കൃത്യങ്ങൾ ചെയ്തതാണ് 101 പേർ വധശ്രമ കേസിലെ പ്രതികളാണ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നില്ല. വളരെ പെട്ടെന്ന് 61 പേർക്കെതിരെ ബലാത്സംഗ കേസുകളുണ്ട്, 25 പേർ ലൈംഗിക പീഡന കേസുകളിലെ പ്രതികളാണ്, 6 പേർ പോക്സോ കേസുകളിലെ പ്രതികളാണ്, 229 പേർ ആയുധ നിയമം ലംഘിച്ചവരാണ്, 135 പേർ പിടിച്ചുപറി കേസുകളിലെ പ്രതികളാണ്, 67 പേർ നാർക്കോട്ടിക് കേസുകളിലെ പ്രതികളാണ്. ഇവരെന്താ, വിദ്യാർത്ഥികളാണ്? അപ്പോൾ സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മുൻകാല ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള 2873 പേർ അവിടെ ഉണ്ടായിരുന്നു. ഈ സമരത്തിന് ശക്തി പകരാൻ അക്രമം നടത്തിയവർ, പോലീസിനെ ആക്രമിച്ചവർ, അവർക്കെതിരെയുള്ള നടപടി തുടരാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതെന്താ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? 18 വയസ്സിൽ താഴെയുള്ളവരെ വിട്ടയക്കാം. 18 വയസ്സിന് മുകളിലുള്ളവർ കേസിലെ പ്രതികളാണെങ്കിൽ നടപടികൾ തുടരാം എന്ന് പറഞ്ഞാൽ പാറ്റകൾ അടപടലം തേഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ പാറ്റ ഇപ്പോൾ പറയുന്നത് എന്താ? സുപ്രീം കോടതി വിധി ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല. സുപ്രീം കോടതി വിധി അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ നീ ആരുടെ വിധിയാണ് അംഗീകരിക്കുന്നത്? അന്താരാഷ്ട്ര കോടതിയുടെയോ? ആണോ? ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ രാജ്യത്തെ നിയമം, രാജ്യത്തെ ഭരണഘടന, രാജ്യത്തെ റൂൾ ഓഫ് ലോ അനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ സുപ്രീം കോടതിക്കെതിരെ ആണല്ലോ ഉമാർ പണി തുടങ്ങിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യാജ ഡിഗ്രി ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് പാറ്റകളെന്ന് പറഞ്ഞു, മടിയന്മാരെന്ന് പറഞ്ഞു, ഞങ്ങൾ മടിയന്മാരാണ് എന്നും പറഞ്ഞ് കുറേ ആഭാസന്മാർ, ഇനി ആഭാസന്മാർ എന്ന് വിളിച്ചെന്നും പറഞ്ഞ് TGക്കെതിരെ എടുത്ത പോലെ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, എന്താ പിടിച്ചങ്ങ് തൂക്കിക്കൊള്ളട്ടെ. ഇങ്ങനെ കുറേ ആഭാസന്മാരും അക്രമികളും വന്ന് ഒരു കൂട്ടായ്മ പ്രഖ്യാപിച്ചു, അക്രമം നടത്തി ഡൽഹിയിൽ, അല്ലേ? ആര് പറഞ്ഞതിൻ്റെ പേരില്ല? സുപ്രീം കോടതിയുടെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിൻ്റെ എതിരെയാണ് തുടങ്ങിയത്. അത് തുടങ്ങി ഇത്ര എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ മുൻകാല ക്രിമിനൽ റെക്കോർഡ്സ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്കെതിരെ നടപടി പാടില്ല. അപ്പോൾ മുൻകാല ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള 2873 നടപടി തുടരും. അറസ്റ്റ് ചെയ്യും, ജയിലിലടയ്ക്കും, വേണ്ടി വന്നാൽ ബുൾഡോസർ കയറ്റി വീട് പൊളിക്കണമെങ്കിൽ പൊളിക്കുകയും ചെയ്യും. ഇപ്പം കളി ഇപ്പോൾ സുപ്രീം കോടതിക്കെതിരായി.
സുപ്രീം കോടതി വിധി അംഗീകരിക്കത്തില്ല, അത് ശരിയാവത്തില്ല. സുപ്രീം കോടതി വിധി അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നവർക്ക് രാജ്യത്ത് ഏത് സംവിധാനത്തിൻ്റെ പിന്തുണ കിട്ടുമെന്നാണ് പറയുന്നത്? കയ്യിൽ നിന്ന് പോയി, ഈ പാറ്റകളുടെ കയ്യിൽ നിന്ന് പോയി. ഇനി ഇപ്പം എന്താ സംഭവിക്കുക? അവർ പറഞ്ഞ ഒരു പ്രശ്നം ജനുവിനാണ് എന്ന് പ്രപ്പഗാൻഡ വഴി, ജനുവിനൊന്നും അല്ലായിരുന്നു. നീറ്റ് പരീക്ഷയുടെ പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞ അത്രയും പർവ്വതീകരിച്ച അത്രയുമുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ആളുകൾക്ക് തോന്നി അത് പിള്ളേരുടെ കാര്യമല്ലേ, പിള്ളേരുടെ ഭാവിയുടെ കാര്യമല്ലേ എന്ന് തോന്നി. 22 ലക്ഷം പേരാണ് നീറ്റ് പരീക്ഷ ഒരു വർഷം എഴുതുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ 148 കോടിയാണ്. എത്ര പെർസെൻറ്റേജാ? എന്നാലും പോട്ടെ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടൊരു സഹാനുഭൂതിയൊക്കെ ഉണ്ടായിരുന്നു. സമരം കഴിഞ്ഞു, അവരാവശ്യപ്പെട്ട പോലെ മന്ത്രി രാജിയും വെച്ചു. ആ പരീക്ഷ ഭംഗിയായി നടന്നു, ഒരാക്ഷേപവുമില്ലാതെ പരീക്ഷ ഭംഗിയായിട്ടും നടന്നു. അതിൻ്റെ പേരിൽ അക്രമം നടത്തിയവരെ പിടിക്കാൻ പാടില്ല. അക്രമം നടത്തിയത് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചില്ല എന്നതുകൊണ്ട് അക്രമം ഇല്ലാതാവുന്നില്ലല്ലോ. അക്രമം നടത്തി 150ഓളം പോലീസുകാർ ആശുപത്രിയില്ല. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു. കേരളത്തിലെ മാപ്രകൾ മിണ്ടിയില്ല, എഡിറ്റേഴ്സ് ഗിൽഡ് മിണ്ടിയില്ല, പത്രപ്രവർത്തക സംഘടനകളും മിണ്ടിയില്ല. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയിട്ട്. അപ്പോൾ അവരെ ശിക്ഷിക്കണ്ടേ? ഒരു മാധ്യമപ്രവർത്തകയായ പെൺകുട്ടിയെ കഴുത്ത് പിടിച്ച് ആൾക്കൂട്ടം വലിച്ചിഴച്ചുകൊണ്ടുപോയി കാണിക്കുന്ന ശോഭകേടുകൾ നിങ്ങൾ കണ്ടതാണ്, കുറെ പേരെങ്കിലും കണ്ടതാണ്, സോഷ്യൽ മീഡിയ കണ്ടതാണ്. ഇവരെ ശിക്ഷിക്കണ്ടേ? പോലീസുകാരെ അടിച്ച് തല പൊട്ടിച്ചവരെ ശിക്ഷിക്കണ്ടേ? പൊതുമുതൽ നശിപ്പിച്ചവരെ ശിക്ഷിക്കണ്ടേ? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നേ, ഒരു പൊതുമുതൽ നശിപ്പിച്ച ഒരാളിന് കേസിൽപ്പെട്ട് ജാമ്യം കൊടുക്കണമെങ്കിൽ ആദ്യം നഷ്ടത്തിനുള്ള തുക കെട്ടിവെച്ചാലേ ജാമ്യം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കളി കയ്യിൽ നിന്ന് പോയി. ഇനി പഴയ പോലെയല്ല. സുപ്രീം കോടതി പറഞ്ഞതും നടപ്പാക്കത്തില്ല എന്നും പറഞ്ഞ് ജന്തർ മന്ദിറിലേക്ക് വന്ന് അടിച്ചവൻ്റെയൊക്കെ പുറം പൊളിക്കും, ഒരു സംശയവുമില്ല. ഭരണകൂടം അതിശക്തമായ നടപടികളായിരിക്കും ഇനി എടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ പൊതുജനങ്ങളുടെ പിന്തുണയൊട്ട് കിട്ടാനും പോകുന്നില്ല. കംപ്ലീറ്റ് കളി മാറി. കാരണം ഇത് സർക്കാർ കീഴടങ്ങി അമിത്ഷാ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ച ആളുകളുടെ വികാരം കുറച്ചൊക്കെ ഷെയർ ചെയ്ത ഒരാളാണ് ഞാനും. എനിക്കും തോന്നി സർക്കാർ അങ്ങ് തോറ്റോ, ഇത് ഇങ്ങനെ നേരത്തെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച പ്രേക്ഷകരുടെ വികാരം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം മനസ്സിലാക്കുന്നു, നമ്മുടെ കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ. ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് കൃത്യമായിട്ട് പണിയറിയാം. ഇതിനിടയ്ക്ക് നമ്മുടെ പാർലമെന്റിൽ നടന്ന കാര്യം അറിയാമല്ലോ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന NDA ഇപ്പോൾ ഒറ്റയ്ക്ക് ഏതു ബില്ലും പാസ്സാക്കാവുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തി. ഈ സമരത്തിൻ്റെ ബഹളങ്ങൾ നടന്ന 21 ദിവസത്തിനിടയിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡിലിമിറ്റേഷൻ ബില്ല് പാർലമെന്റിൽ പാസ്സാവും, FCRA ബില്ല് പാസ്സാകും, ആരുടെയും സപ്പോർട്ട് വേണ്ട. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നിലുള്ള കാളികൂളി സംഘം ബഹളം വെച്ചാലൊന്നും ഒന്നും നടക്കില്ല. ആ തരത്തിലേക്ക് മാറി. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന? ഈ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ഇതേക്കുറിച്ച് ബഹളം ഉണ്ടാവുന്നു. കുതിരക്കച്ചവടം, കാലുമാറ്റം, ജനാധിപത്യ ദംസനം, ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ പറഞ്ഞ് ചർച്ചയ്ക്കുമായിരുന്നില്ലേ? അതൊക്കെ പോയില്ലേ? അപ്പോൾ ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഈ 2871 പേർ. സുവേന്ദു കൊൽക്കത്തയെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. ഇവൻ്റെയൊക്കെ 3 തലമുറ ഓർമ്മിക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്യുന്നതാണ് ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ 3 മുഖ്യമന്ത്രിമാർ തമ്മിൽ മത്സരമാണ്. യോഗി, ഹിമന്ത ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി. ആര് ഫസ്റ്റ് അടിക്കും എന്ന തരത്തിലാണ് മത്സരം. ഏതായാലും ആ മത്സരം ഗുണകരമാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ആൻറ്റി സോഷ്യൽസ് ഉണ്ടായി വരുന്ന സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരുണ്ടായി വരുന്ന സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെ ഇന്ത്യ വിരുദ്ധരെ കൈകാര്യം ചെയ്യുന്നതിൽ 3 മുഖ്യമന്ത്രിമാർ തമ്മിൽ മത്സരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്, നിങ്ങൾക്കും സന്തോഷമായിരിക്കും. അപ്പോൾ സമരം കൈകാര്യം ചെയ്തതിൽ പിശക് പറ്റി എന്ന് കരുതുന്നവർ ഇനി ചിരിക്കാം. കാരണം കയറ് അയച്ചയച്ച് കൊടുത്തതാണ്. ഇപ്പോൾ കയറ് തിരിച്ചു പിടിക്കുന്ന സമയമായി. കാരണം ഇവന്മാരിപ്പോൾ സുപ്രീം കോടതിയോട് കളിക്കുന്നു. സുപ്രീം കോടതിയുടെ തീരുമാനം അംഗീകരിക്കത്തില്ല എന്ന് വന്നിരിക്കുന്നു. സുപ്രീം കോടതിയുടെ തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും സമരത്തിന് വന്നാൽ കളി ഇതൊന്നും ആയിരിക്കത്തില്ല. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിരിക്കാം, ഗാലറിയിൽ ഇരുന്ന് ചിരിക്കാം. കളി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം ഈ അഭിജിത്ത് ദീപ്കയ്ക്കുണ്ടെങ്കിൽ അത് ജന്തർ മന്ദറിലെ തെരുവുകളിൽ കാണും. ഇനി പഴയ പോലെ ഈ 2873 ക്രിമിനൽസ് വന്നില്ലേ, അവന്മാരെന്തായാലും ഇനി വരില്ലല്ലോ. ഇനി വേറെ ആളുകൾ ഇറക്കണം. അവന്മാരും ആലോചിക്കും, ഈ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, വീടും പേരും
മാത്രമല്ല ജാതകം വരെ തപ്പിയെടുക്കാനുള്ള സംവിധാനം ഡൽഹി പോലീസിൻ്റെ കയ്യിലുണ്ട് എന്നറിഞ്ഞ് ഞെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവരാവശ്യപ്പെട്ടു ഞങ്ങളുടെയൊക്കെ ഡാറ്റ പോലീസിൻ്റെ കയ്യിലുണ്ട്, അത് പുറത്തോട്ട് വിട്ട ഞങ്ങളുടെ വീട്ടിൽ കയറി തല്ലും. ഇപ്പം എന്താ, ഓടി നടന്ന് മാപ്പല്ലേ. മലയാളികൾ മുതൽ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളുടെ മാപ്പ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതിൽ ഒരുത്തി പറയുന്നത് കേട്ടു, ഒരുത്തി അവിടെ ജന്തർ മന്തറിൽ സമരത്തിനിരുന്ന് എല്ലാവർക്കും സമൂസ വിതരണം കൊടുത്തു. മോദിയുടെ 16 അടിയന്തരത്തിൻ്റെ സമൂസ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അവൾ നിലവിളിക്കുന്നത് കേട്ടു. അവിടെ അപ്പം വഴി കൂടെ പോയപ്പോൾ ആരാണ്ട് എടുത്തിട്ട് പഞ്ഞി കിട്ടുന്നത്, എൻ്റെ പപ്പാജിയെ തല്ലി. ഇവള് കൊച്ചു വെച്ച പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തല. മോദിയുടെ അമ്മയെക്കുറിച്ച് തെറി പറഞ്ഞവർ. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയെ എന്തും പറയാമെന്നൊരു തോന്നൽ ഏറ്റവും കൂടുതൽ കേരളത്തിലായിരുന്നു കേട്ടോ. അവരുടെ സൂക്കേട് ഒന്ന് മാറിയിട്ടുണ്ട്. ഏതോ ഒരു മണി കെട്ടിയവളോ അവളും പിന്നെ ഒരു സിനിമ കണ്ടിട്ടിറങ്ങിയ പെണ്ണുമ്പിള്ളയും നടത്തിയ പരാമർശങ്ങൾ വിവാദമായി. ഇപ്പം കരഞ്ഞും മെഴുകുകയാണല്ലോ, മാപ്പ് എന്ന് പറഞ്ഞിട്ട്. പുറത്തിറങ്ങി നടക്കാൻ വല്ലാത്ത അവസ്ഥയായി. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. കേരളമാണ്, ഇവിടുത്തെ ഒരു ഈക്കോ സിസ്റ്റം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കരുതി നരേന്ദ്രമോദിയെ തെറി പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ ഒരു മുതലാളി എറണാകുളത്ത് നെട്ടൂരിൽ വലിയ ആസ്ഥാനവും പെട്രോൾ പമ്പും, തിരുവനന്തപുരത്തും കോഴിക്കോട്ടും 2 ഹോട്ടലുകളും, ആലപ്പുഴയിലും തൃശ്ശൂരുമൊക്കെ ടാറ്റയുടെ വാഹനങ്ങളുടെ ഷോറൂമും ഒക്കെ നടത്തുന്ന ഒരാൾ, നിലമ്പൂർ ഷാജി എന്ന് പറയുന്നൊരു വിദ്വാൻ തൻ്റെ ജീവനക്കാരെ വിട്ടായിരുന്നല്ലോ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, 21 പേരെ. അവരുടെയൊക്കെ ഗൾഫിൽ നിന്ന് ഇങ്ങിവിടെ വന്ന് സമരം ചെയ്തവരുടെയൊക്കെ വിവരങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറുന്നു എന്നാണ് അറിയുന്നത്. പണി വരുന്നുണ്ട് അവറാച്ച, അല്ല ഷാജി പാപ്പ, ചിലപ്പോൾ പണി അങ്ങേക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങയുടെ സ്ഥാപനത്തിൽ നിന്ന് സമരത്തിന് വേണ്ടി 2873 പേർ അക്രമകാരികളായി പങ്കെടുത്ത അക്രമങ്ങൾ നടന്ന ഒരു സമരത്തിലേക്ക് അങ്ങ് ആളുകളെ അയച്ചു എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വരെ നിലമ്പൂർ ഷാജിയുടെ അംബ്രിക്കോ അല്ലേ ആ ഷാജിയുടെ നിലപാട് വ്യക്തമാക്കി അവിടുന്ന് പങ്കെടുത്ത ആളുകളുടെ ഫോട്ടോയും വെച്ച് രാജീവ് ചന്ദ്രശേഖറും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് ഗൾഫിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുള്ള ഈ സമരത്തെ സഹായിച്ചവരായ ആളുകളെ കണ്ടെത്തി അവരുടെ എല്ലാം വിവരം ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടുണ്ട് എന്നൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കേമമായി. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ വാർത്തകളുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.